തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന പൊതു താൽപര്യ ഹർജി തള്ളി ഹൈക്കോടതി. രാജീവ് ചന്ദ്രശേഖർ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരം മറച്ചുവെച്ചുവെന്ന് കാണിച്ച് മഹിളാ കോൺഗ്രസ് നേതാവ് ആവണി ബെൻസാൾ, ബംഗളൂരു സ്വദേശി രഞ്ജിത്ത് തോമസ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ പത്രിക സ്വീകരിച്ച സാഹചര്യത്തിൽ പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ ശേഷം തെരഞ്ഞെടുപ്പ് ഹർജി നൽകുകയാണ് ഇക്കാര്യത്തിൽ പോംവഴിയെന്ന് ഹൈക്കോടതി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ നൽകിയ സത്യവാങ്മൂലത്തിൽ വീടിന്റെയും കാറിന്റെയും സ്വകാര്യ ജെറ്റിന്റെയും വിവരങ്ങൾ നൽകിയിട്ടില്ലെന്നും ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ ഓഹരി മൂല്യം കുറച്ചു കാണിച്ചുവെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഈ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചതെന്നും ഹർജിയിൽ പറയുന്നു. 2018 രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോഴും അദ്ദേഹം സമാന പ്രവൃത്തി ചെയ്തുവെന്നും അവർ ആരോപിച്ചു. തങ്ങളുടെ പരാതിയിൽ 2 ദിവസത്തിനുള്ളിൽ ഉത്തരവ് പാസാക്കണമെന്നും ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. സൂക്ഷ്മ പരിശോധന സമയത്ത് ലഭിക്കുന്ന പരാതികൾ പരിഗണിച്ച് വേണം പത്രിക സ്വീകരിക്കണോ തള്ളണോ എന്ന് തീരുമാനിക്കാൻ. വരണാധികാരി അത്തരം നടപടികളിലേക്ക് കടക്കാതെയാണ് പത്രിക സ്വീകരിച്ചത്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇത് തെറ്റാണ്. പരാതി ആദായനികുതി വകുപ്പിന് വിട്ടുകൊണ്ടുള്ള അറിയിപ്പ് കഴിഞ്ഞ ദിവസം മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്നും ആവണി ബെൻസാൾ വാദിച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ ശേഷം ഹർജി സമർപ്പിക്കാമെന്നാണ് ജസ്റ്റിസുമാരായ വി.ജി. അരുൺ, എസ്. മനു എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയത്. അതേസമയം പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ആദായനികുതി വകുപ്പിലെ അന്വേഷണ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയെ അറിയിച്ചു. തിരുവനന്തപുരം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഇൻവെസ്റ്റിഗേഷനായിരിക്കും ഇത് സംബന്ധിച്ച പരാതി അന്വേഷിക്കുക. മുൻ എം.പിയായ രാജീവ് ചന്ദ്രശേഖർ ആദ്യമായാണ് കേരളത്തിൽ നിന്നും ജനവിധി തേടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം. ഇത്തവണ വലിയ പ്രതീക്ഷയാണ് ഇവിടെ ബി.ജെ.പിക്കുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് കേരളം കടക്കുന്നത്. ഇനി ഒരു ദിനം മാത്രമാണ് മുന്നിലുള്ളത്. നാളെ വൈകുന്നേരത്തോടെ പരസ്യപ്രചരണത്തിന് അവസാനമാകും. ഇതിനിടെ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള പ്രചരണത്തിലേക്ക് നീങ്ങുകയാണ് മുന്നണികൾ. ഇടതുമുന്നണിയും വലതുമുന്നണിയും കേരളത്തിൽ ഒരുപോലെ പ്രതീക്ഷയിലാണ്. മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഇക്കുറി ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ. 2019 19 കടന്ന് 20 ഉറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. അതേസമയം 2004 18 സീറ്റ് നേട്ടം കൈവരിക്കണമെന്ന മോഹമാണ് CPM-നും. 10 സീറ്റിൽ വരെ വിജയിക്കാനാകുമെന്നാണ് CPM-ന്റെ ആത്മവിശ്വാസം. അഭിപ്രായ സർവേകളിൽ വോട്ട് വിഹിതം കൂടുമെന്ന് പ്രവചിച്ചതിലാണ് NDA-യുടെ പ്രതീക്ഷ.